ക്യാപ്റ്റൻ മില്ലർ, ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ. സ്വാതന്ത്ര്യ സമരം, അതിനിടയിലുള്ള കുറച്ച് ജാതി പൊളിറ്റിക്സ്, അങ്ങനെ 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 കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു പടമാണ് ക്യാപ്റ്റൻ മില്ലർ. ധനുഷുണ്ട്, ശിവരാജ് കുമാർ ഉണ്ട്, വലിയൊരു കാസ്റ്റ് തന്നെ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ 1930 1940 ആ ഒരു കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് ഇന്ത്യ ആ ഒരു കാലഘട്ടത്തിൽ മില്ലർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി അങ്ങനെ ബ്രിട്ടീഷുകാർ മില്ലർ ഒരു അമ്പലത്തിനകത്തൊരു ദൈവം, അമ്പലത്തിൽ കയറി കൂടായ്മ, അറിയാലോ പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ, ഈ രാജാക്കന്മാരെയും നാടുവാഴികളുടെയും കാലഘട്ടത്തിൽ അടിയാളന്മാർക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല, സ്വാതന്ത്ര്യ സമരം ഒരു സൈഡിൽ കൂടി, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഫൈറ്റ് ഒരു സൈഡ്, ഇതൊക്കെ എങ്ങനെ ഒരു മാലയിൽ കോർത്തിടാം, അതാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞുള്ള സിനിമ. ആസ് യൂഷ്വൽ നമ്മുടെ ധനുഷ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ്റ ഗ്രൗണ്ട് ലെവലിൽ ഒരു സാധനം പോകുമല്ലോ, ഈ സ്ലോ മോഷനും തീപ്പറക്കലും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ, ഒരു ഹീറോയിക് സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ കൂൾ ആൻഡ് കാമായിട്ട് പോകുന്ന ഒരു തരം എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് ആണ്. പക്ഷേ ഇടി വെടി പുകയാണ്, മൊത്തത്തിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു എക്സാജുറേഷൻ എവിടെയെങ്കിലും വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഗണ്ണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 1930 1940s ഗണ്ണുകൾ യൂസ് ചെയ്തൊരു സംഗതി ഉണ്ട്. ആ ഒരു ഫൈറ്റിനകത്ത് ഐ പേഴ്സണലി ഫീൽ ലൈക്ക് അത് കുറച്ച് കൂടിപ്പോയി തോന്നി എനിക്ക്. അവിടെ ചുമ്മാ പട്ടാസ് മേടിക്കുന്ന പോലെ ഗണ്ണിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ, അത് കാണാൻ ഭയങ്കര രസമുണ്ട്. തിയേറ്ററിൽ അത് ഭയങ്കര വിഷ്വലി നമുക്കത് ഭയങ്കര ട്രീറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ സിനിമയിൽ പറയാൻ വന്ന കഥയേക്കാൾ കൂടുതൽ തോക്ക് പൊട്ടിച്ചോ ബോംബെറിഞ്ഞോ എന്നുള്ളൊരു ഫീലിങ്ങും എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, പിന്നെ ഇതിൽ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത് തന്നെ ചാപ്റ്റർ 1 2 3 4 എന്നാണ്. ഓക്കെ, പിന്നെ അതിന് തന്നെ ഒരു പാസ്റ്റ് പ്രസന്റ് സ്റ്റേജ്, ഇങ്ങനെ അത് ഓൾറെഡി പഴയ കഥ, ആ കഥയ്ക്ക് അകത്ത് തന്നെ പാസ്റ്റ് പ്രസന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് സിനിമ. അപ്പോൾ വളരെ എൻഗേജിങ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവർക്കും പറ്റണം എന്നില്ല. കാരണം എൻ്റെ മുന്നിൽ തന്നെ തിയേറ്ററിൽ ഫ്രണ്ടിൽ ഇരുന്നവർക്കൊക്കെ ഈ സിനിമ ഉറക്ക ഗുളികയായിരുന്നു. പക്ഷേ എനിക്ക് സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് ഫീൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ധനുഷാണ്. കാരണം ധനുഷിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും ധനുഷ് എന്ന് പറഞ്ഞ നടൻ്റെ ഒരു പൊട്ടൻഷ്യലൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് തിയേറ്ററിൽ ഭയങ്കര ഇഷ്ടമാണ് ധനുഷിനെ കാണാൻ. കാരണം ധനുഷ് അങ്ങനെയാണ്. ഈ സിനിമയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ തമിഴ് സിനിമയിൽ പറയുന്ന ഈ ജാതി അങ്ങനത്തെ സാധനങ്ങൾ തന്നെ, തൊട്ടുകൂടായ്മ, അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് കൃത്യമായിട്ട് അത് അതേപോലെ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എപ്പോഴും തോറ്റുപോയതും അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞതുമായിട്ടുള്ള കഥകളാണ്. പക്ഷെ ഇത് സ്വാതന്ത്ര്യ സമരം ഇതിൻ്റെ സൈഡിലൂടെ ഉണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള എന്താ, ചില ഹീറോയിക് ക്യാരക്ടേഴ്സ്. ഇപ്പം ഇത് ധനുഷ് ചെയ്ത ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബ്രിട്ടീഷുകാരോട് തോറ്റ് അടിയറവ് പറഞ്ഞ് ലാസ്റ്റ് ഇന്നാ പിടിച്ചോ ഇന്നെ കൊന്നോ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് സ്റ്റോറി, ഇത് വലിയൊരു സ്റ്റോറി ലൈനാണ് തോന്നുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു പോർഷൻ തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ നമുക്ക് കാണിച്ചു തന്നതിൽ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കുന്ന ക്യാപ്റ്റൻ മില്ലറാണ്. പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഗണ്ണിൻ്റെ കുറച്ച് കേസിൽ, കാരണം ഞാനിപ്പോൾ ഈ അടുത്ത് രാജസ്ഥാനൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും അതേപോലെ ഈ ഏർലി 1930 40 ആ ഒരു ടൈമിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള ഗണ്ണുകളൊക്കെ ഞാൻ അവിടെ ഷോ ചെയ്തിരിക്കുന്നത് കണ്ട്. അതൊക്കെ വൻ ഹെവി സാധനങ്ങളാണ്, ഭയങ്കര ഹെവിയാണ് ആ സാധനങ്ങളൊക്കെ. അത് അതാണ് ഒരു എക്സാജുറേഷൻ എനിക്ക് അവിടെയാണ് തോന്നിയത്. ലാർജർ ദാൻ റിയൽ ലൈഫ് അവിടെയാണ് മാറിയത് ആ ക്യാരക്ടർ. അല്ലാത്ത സമയത്തൊക്കെ വളരെ ഗ്രൗണ്ട് ലെവലായിട്ട് വളരെ നോർമലായിട്ട് പോകുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ ധനുഷിൻ്റെ. പിന്നെ ശിവരാജ് കുമാർ എനിക്കെന്തോ ഒരു മിസ്കാസ്റ്റ് ചെയ്യില്ലേ, അതായത് അവിടെ ശിവരാജ് കുമാർ ആ ഒരു റോള് എനിക്കെന്തോ അത് അത്ര ഒരു അപ്പീലിംഗ് ആയിട്ട് പേഴ്സണലി തോന്നിയില്ല. തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് ആ റോള് ചെയ്യാൻ വേണ്ടി. ശിവരാജ് കുമാറിനെ കൊണ്ടുവന്നത് മേ ബി വേറെ ലാംഗ്വേജിലൊക്കെ വർക്ക് ചെയ്യാനായിരിക്കാം. ബട്ട് സ്റ്റിൽ എനിക്കതൊരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. ഓക്കെ, കാരണം ശിവരാജ് കുമാറിന് ലാസ്റ്റ് ജയിലറിലൊക്കെ ഉള്ളൊരു പ്രസൻസ് ഉണ്ടല്ലോ, സ്ക്രീൻ പ്രസൻസ്, അതുപോലത്തെ ഒരു സാധനമൊക്കെ ലാസ്റ്റ് കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും വർക്കായില്ല ശിവരാജ് കുമാറിന് ആ ഒരു ഈ റോളിലിട്ട ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിൽ
അങ്ങേർക്ക് അത് സെറ്റായില്ല. ലാസ്റ്റൊക്കെ അങ്ങേര് വന്നപ്പോൾ അയ്യോ വയ്യാത്തൊരാൾ കുതിരപ്പുറത്ത് വരുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീലായി. പിന്നെ 2-3 സീനുകൾ കിടിലൻ സീനാണ്. ഒരു ചവിട്ടി തീക്കിടുന്ന സീനൊക്കെ ഉണ്ട് മറ്റേ ധനുഷിൻ്റെ ക്യാരക്ടർ സായിപ്പിൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഒന്നാമത് ഫ്രീഡം ഫൈറ്റ്, അങ്ങനത്തെ ആ പരിപാടി, സ്വാതന്ത്ര്യം, ആ ഒരു കാലഘട്ടം, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഫൈറ്റ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയല്ലേ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചു പോയി, ഇതിൽ അഭിനയിക്കാൻ വരുന്ന ബ്രിട്ടീഷുകാരുടെ അവസ്ഥ, വെള്ളക്കാരുടെ അവസ്ഥ, ബ്രിട്ടീഷുകാരനെ ആണോ അറിയില്ല കേട്ടോ, ഫോറിനേഴ്സിൻ്റെ ഒരു അവസ്ഥ. അന്ന് കാലഘട്ടത്തിൽ നമ്മളെ ഭരിച്ചിട്ട് ഇപ്പം നമ്മൾ സിനിമയിൽ വിളിച്ചു കൊടുത്ത് ചവിട്ടുകൾ വരെ പൊരിഞ്ഞ ചാവിട്ട് കൂത്തും. ഈ വരുന്നവർക്കൊക്കെ ഈ കഥകൾ അറിഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. എന്നാലും അവർക്ക് ഒരു കാര്യം അറിയാമല്ലോ, ബ്രിട്ടീഷുകാർ പണ്ട് ഭരിച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ നാട് എന്നും. ഇപ്പം നമ്മുടെ നാടൊക്കെ, നാട്ടിൽ നിന്നൊക്കെ ഒരു സിനിമ വരുമ്പോൾ ഇവന്മാരെ ചവിട്ടി കൂട്ടുകയാണെന്നുള്ളതൊക്കെ അതൊക്കെ അറിഞ്ഞിട്ട് ഇവന്മാർ വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അന്ന് ആലോചിച്ച് ചിരിച്ചു. കാരണം ഇതിനകത്ത് എത്ര എണ്ണമാണ് വെട്ടിയും കുത്തിയും വീണെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടണില്ല. സിനിമേൻ്റെ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ഫൈറ്റാണ്. ലെങ്തി ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം നമ്മളിങ്ങനെ ആലോചിച്ചു. ഞാൻ ജോൺ കൊക്കൻ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ജോൺ കൊക്കൻ ഈസ് ലൈക്ക്, എനിക്ക് പ്രീവിയസ് മൂവിയിലൊക്കെ ജോൺ കൊക്കൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആസ് എ വില്ലൻ ജോൺ കൊക്കൻ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്കെങ്ങാണ്ട് മറ്റേ അജിത്തിൻ്റെ സിനിമയിൽ ബോറാക്കി കളഞ്ഞെങ്കിലും, പക്ഷെ ഇതിനകത്ത് ജോൺ കൊക്കൻ കുറച്ചും കൂടി സെറ്റാണ്. ജോൺ കൊക്കൻ നമുക്ക് ഇങ്ങനെ ദേഷ്യം വരും ജോൺ കൊക്കനോട്, എന്തോന്നറി ഇങ്ങനെ കാണിക്കണേ എന്നുള്ള മാതിരി നമുക്കൊരു ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മില്ലർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 പേര് സിനിമ കണ്ട നമ്മളെ നാട്ടിലത്തെ സ്ഥിതിയാണ് പറയുന്നത്. ഞാൻ എല്ലാവരെയും മുന്നിൽ നിർത്തി പറയുന്നതല്ല, മേ ബി ഇങ്ങനെ ആയിരിക്കാം. 10 പേര് സിനിമ കണ്ട 6 പേരും ഇത് എന്താടാ ഇങ്ങനെ ഒരു എന്നൊക്കെ പറയും, ലാഗ് ഉണ്ട് അങ്ങനെയൊക്കെ പറയും. 4 പേർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പടം ഇഷ്ടമാവും. ഇടയിൽ നിൽക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും ഇതിനകത്ത്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം രസമാണ്. കാരണം നമ്മൾ ആ ഒരു കാലഘട്ടവും അത് പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരു ലാർജ് ക്യാൻവാസിൽ, പിന്നെ ഇത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ഫീല് തരുന്നുണ്ട്. ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണെങ്കിലും അവരിട്ട സെറ്റാണെങ്കിലും ഈവൻ അവരുടെ ആ എഫേർട്ട് ഉണ്ടല്ലോ, അതായത് ഇത്രയും ആളുകളെ കൊണ്ടുവന്ന് ഒരു ഫൈറ്റ് സീൻ ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും പാളിപ്പോവുക. കാരണം പഴയ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒന്നും പാളിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു തോക്കിലോ സാധനത്തിലോ ഒക്കെ പാളിയാൽ തന്നെ വളരെ സീനാണ്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് അവർ അടുക്കി വെച്ച് നമുക്ക് എവിടെയും അയ്യോ ഇത് റീക്രിയേറ്റ്, ചില സിനിമകൾ കാണുമ്പോണ്ടല്ലോ നമുക്ക് റീക്രിയേറ്റ് ചെയ്താൽ തോന്നും. ഇതൊന്നും ഇല്ല. നമ്മൾ ആ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടവും അന്നത്തെ പോലീസുകാരും അന്നത്തെ ബ്രിട്ടീഷുകാരും അതൊക്കെ നമുക്കിങ്ങനെ കറക്റ്റ് ഫീലാവും. പിന്നെ അതിനകത്ത് ഈ ദൈവം അംശം, അങ്ങനെ കുലദൈവം, അങ്ങനത്തെ സാധനങ്ങളെ കൺസെപ്റ്റും സംഗതികളൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് എക്സിസ്റ്റ്, ലൈക്ക് ആ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ട് എക്സിസ്റ്റ് ചെയ്ത ഒരു സംഗതിയാണ്. കുലദൈവം വരും രക്ഷിക്കുന്നുള്ള സംഗതികളൊക്കെ. എന്താണെങ്കിലും പറഞ്ഞ ഒരു സ്റ്റോറി ലൈൻ പോലെ തന്നെ, അതായത് ആസ് യൂഷ്വൽ എന്തൊക്കെയാണോ ഈ ജാതി പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു പ്ലോട്ട്, ആ പ്ലോട്ട് പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു എലമെന്റും കൂടിയും കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരും ആ കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. പക്ഷെ അത്ര മിക്സ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റി. അതൊരു ഭയങ്കര സംഭവമാണ്. എല്ലാം ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ 2 മേജർ നടന്മാർ, ധനുഷും ശിവരാജ്കുമാറിനെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് 2 പേർക്കും ഒരേപോലത്തെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് ഭയങ്കര ഒരു എഫേർട്ടാണ്. ആൻഡ് ആസ് എ ഹോൾ പാക്കേജ് ഞാൻ പറഞ്ഞല്ലോ, നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും സിനിമ ഇഷ്ടമാണെന്നില്ല. ചിലർക്ക് ഇതൊരു ഉറക്ക ഗുളികയാവും, ചിലർക്ക് വളരെ എൻഗേജിങ് ആയിട്ട് തോന്നും, ചിലർക്ക് അങ്ങനെ ഓക്കെ ഫീൽ ആർക്കും വരും തോന്നില്ല. ഒന്നില്ലെങ്കിൽ 6 ബോറായിട്ട് തോന്നും, അല്ലെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ട് വളരെ നല്ലൊരു കിടിലം പടമായിട്ട് തോന്നും. ഈ 2 കാറ്റഗറി ഈ സിനിമയ്ക്ക് വരാനുള്ളൂ. അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് ഉറക്ക ഗുളികയാണോ ഈ സിനിമ അതോ നിങ്ങൾക്ക് കിടിലനാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് ബാക്കി കമൻറ്റ് ബോക്സിൽ പറ. ആൻഡ് ഒരു സെൻറ്റിമെൻ്റൽ സാധനം ഉണ്ട് ഇതിനകത്ത്. കുറച്ച് ഒരു നമുക്കൊരു പോർഷനൊക്കെ എത്തുമ്പോൾ ശരിക്കും ആ സംഗതി ഇങ്ങോട്ട് നമുക്കൊരു ഫീല് വരും. അങ്ങനെ ഒരു സാധനം തരാൻ പറ്റി എവിടെയോ ഈ സിനിമയ്ക്ക്. അത് എൻ്റെ പ്രശ്നമായിരിക്കണ്ട ചിലപ്പോൾ കണ്ടിരിക്കും. കാരണം എനിക്ക് പല സിനിമകളിലും ആ സെൻറ്റിമെൻ്റൽ സാധനം കണക്റ്റ് ആവില്ല. എനിക്കിതിൽ എവിടെയോ ആ ഒരു സാധനം ഒന്ന് കണക്റ്റായി. അത് മേ ബി ധനുഷ് ആയതുകൊണ്ടായിരിക്കും. കാരണം ധനുഷ് എന്ന് പറഞ്ഞ നടൻ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു നടനാണ് അയാളെ കൊണ്ടത് പറ്റും. അത് അതോ ഞാനിനി ധനുഷിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് കണക്റ്റ് ആവുന്നതാണോ എന്നറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറ.